നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ വളരെ വേഗത്തിൽ പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണെങ്കിൽ ബി.ജെ.പി. മത്സരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കെ സുരേന്ദ്രൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നടപടിക്കെതിരെ ജില്ലയുടെ വിവിധ മേഖലകളിൽ യു.ഡി.എഫ് നേതൃത്വത്തിൽ ധർണ നടത്തി. സമരം സംഘടിപ്പിച്ചത് യു.ഡി.എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം. കാഞ്ചിയാർ കോവിൽമലയിൽ കാട്ടാന ഇറങ്ങി ആദിവാസി കർഷകരുടെ കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചു. കാട്ടാനകൾ നാശം വിതച്ചത് ജനവാസ മേഖലയിൽ. കാട്ടാന ഭീതിയിൽ ചിന്നക്കനാൽ ബി.എൽ. റാം നിവാസികളുടെ ജീവിതം. ദേശീയ നഗര ഉപജീവന മിഷൻ നഗരദരിദ്രർക്കുള്ള പാർപ്പിട പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന നഗരസഭയിൽ തണൽ എന്ന പേരിൽ നിർമ്മിക്കുന്ന അഭയകേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഫെബ്രുവരി 16 നടക്കും. ഇടുക്കി എം.പി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. പദ്ധതി നടപ്പാക്കുന്നത് 3.55 കോടി രൂപ മുടക്കി. വിശദമായ വാർത്തകൾ. കേരളത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ വളരെ വേഗത്തിൽ പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണെങ്കിൽ ബി.ജെ.പി. മത്സരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ശക്തനായ സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ ഉണ്ടാവുക. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കെ സുരേന്ദ്രൻ തൊടുപുഴയിൽ പറഞ്ഞു. ഇടുക്കി എന്തായാലും ഞങ്ങൾ ജയിക്കും. ബി.ജെ.പിക്കാരൻ്റെ സ്ഥാനാർത്ഥികൾ വൈകാതെ പ്രഖ്യാപിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അന്തർധാരയും പരസ്യധാരയും ഉള്ളത് LDF-ഉം UDF-ഉമാണ് സഹോദര. IND മുന്നണിയിലെ 2 പ്രധാനപ്പെട്ട ഘടകകക്ഷികളാണ് ഇവിടെ മത്സരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ ചോദ്യം ഞങ്ങളോട് ചോദിക്കുന്നത്? അല്ലല്ല, മുഖ്യ ശത്രുവൊന്നുമില്ല. IND മുന്നണിക്ക് CPM-നും കോൺഗ്രസ് മുന്നണിക്കും മുഖ്യ ശത്രു BJP ആണ്. അല്ലേ? BJP-യെ തോപ്പിക്കുക എന്നുള്ളതാണല്ലോ. പിന്നെ എന്തിനാണ് ഈ ചോദ്യം ഇങ്ങോട്ട് തിരിച്ചൊരു വടകര ബേപ്പൂരിനെ പറ്റി ചോദിക്കുന്നത്? അല്ല, അതിന് അയാളോട് ചോദിക്കണം. ഞങ്ങൾക്ക് ഈ രണ്ടുപേരും കേരളത്തിന് ഗുണമില്ലാത്തവരാണ്. രണ്ടുപേരും കേരളത്തെ മാറ്റേണ്ടവരാണ്. അതിൽ യാതൊരു സംശയവും. രാഹുൽ ഗാന്ധി വരുമോ? സോണിയാഗാന്ധി തടിയെടുത്തു എവിടുന്ന്? റായ്ബറേലിയിൽ നിന്ന്. ഇനി സോണിയാഗാന്ധി റായ്ബറേലിയിൽ ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് അതിൽ തടിയെടുത്തു. രാജ്യസഭയിൽ പോയി, രാജസ്ഥാനിൽ. രാഹുൽ ഗാന്ധി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വന്നു കഴിഞ്ഞാൽ നോക്കാം. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഏറ്റവും ശക്തനായ മത്സരം CPI ആയിരിക്കില്ല. CPI എന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ണർ അല്ലേ. രാഹുൽ ഗാന്ധിക്കെതിരെ NDAയുടെ മത്സരമായിരിക്കും ഉണ്ടാവും. വയനാട് തിരിച്ചെടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വയനാട് തിരിച്ചെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ നല്ല കാൻഡിഡേറ്റ് ഉണ്ടാവും. തീരുമാനിച്ചിട്ടില്ല. BDJS-ഉമായിട്ടുള്ള അന്തിമ ചർച്ചകൾ പൂർത്തിയായിട്ട്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ധർണ നടത്തി. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ സമരം ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്തുകളിലെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് അനുവദിക്കുക, സർക്കാരിന്റെ അനങ്ങാപ്പാറ നയം അവസാനിപ്പിക്കുക, ട്രഷറി നിയന്ത്രണം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ സമരം ഉദ്ഘാടനം ചെയ്തു. ഓരോ വർഷവും സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ഓരോ മേഖലയ്ക്കും തുക അനുവദിച്ചുകൊണ്ടുള്ള അലോട്ട്മെന്റ് ഗവൺമെന്റ് നൽകാറുണ്ട്. അതനുസരിച്ചാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും വാർഷിക പദ്ധതി തയ്യാറാക്കുന്നത്. പശ്ചാത്തല മേഖലയിൽ, ഉൽപ്പാദന മേഖലയിൽ, സേവന മേഖലയിൽ ഏതൊക്കെ നിലയിൽ ഫണ്ട് വിലയിരുത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് നൽകാറുണ്ട്. അതനുസരിച്ച് പദ്ധതികൾ തയ്യാറാക്കി TPC അംഗീകാരം വാങ്ങി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കഴിയുമ്പോഴാണ് ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന സമീപനമായി ഗവൺമെൻറ് വരുന്നത്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെ സംബന്ധിച്ച് ഏറെ ദുഃഖകരവും വേദനാജനകമായ ഒരു കാര്യമാണ്. കാരണം വാർഡ് സഭകളിൽ, ഗ്രാമസഭകളിൽ പാസ്സാക്കുന്ന പ്രോജക്റ്റുകൾ അത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ, ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ, നഗരസഭയുടെ അംഗീകാരത്തോടുകൂടി പാസ്സാക്കുന്ന ആ പ്രോജക്റ്റുകൾ അത് നടപ്പാക്കേണ്ട സമയം എന്ന് പറയുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളാണ്. ആ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസമാകുമ്പോഴേക്കും ഈ അനുവദിച്ച തുകയും പാസ്സാക്കിയ തുകയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലേക്കും കാര്യങ്ങൾ മാറുകയാണ്. ഇപ്പോൾ ഈ വർഷം കേരള ഗവൺമെൻറ് അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം 25% വെട്ടിക്കുറച്ചത് വളരെ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. സാമ്പത്തിക വർഷം അവസാനിക്കാറായിട്ടും ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങളെ പിന്നോട്ടടിക്കുന്ന സമീപനങ്ങളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ കുറ്റപ്പെടുത്തി. സമരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ P. നിക്സൺ, ഷൈനി റോയി, രാജലക്ഷ്മി, അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഉപ്പതല ഗ്രാമപഞ്ചായത്ത് പടിക്കൽ UDF അംഗങ്ങളുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടന്നത്. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ സമരം ഉദ്ഘാടനം ചെയ്തു.
കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പടിക്കൽ UDF അംഗങ്ങൾ ധർണ സംഘടിപ്പിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ തകർക്കുന്ന സർക്കാർ നടപടി അവസാനിപ്പിക്കുക, ട്രഷറി നിയന്ത്രണങ്ങൾ മാറാനുള്ള നടപടി സ്വീകരിക്കുക, ഡിസംബറിൽ അനുവദിക്കേണ്ട മൂന്നാം ഗഡു ഫണ്ട് അനുവദിക്കുക, സാമ്പത്തിക വർഷം അവസാനിക്കാറായിട്ടും സർക്കാർ സ്വീകരിക്കുന്ന അനങ്ങാപ്പാറ നയം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ പദ്ധതി വിഹിതത്തിൽ ഫണ്ടുകളുടെ വിനിയോഗത്തിലുണ്ടായ കുറവും ജനദ്രോഹപരമായ പഞ്ചായത്ത് ബജറ്റും ജനങ്ങളെ ദുരിതത്തിലാക്കിയെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. കൂറുമാറ്റവും കെടുകാര്യസ്ഥതയും മാത്രമാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ പറഞ്ഞു. പഞ്ചായത്തിൽ ഒരു രീതിയിലുള്ള ഭരണവും നടക്കുന്നില്ല. ആകപ്പാടെ നടക്കുന്നത് കൂറുമാറ്റവും അല്ലെങ്കിൽ തട്ടിപ്പും വെട്ടിപ്പും അല്ലാതെ മറിച്ച് ഇവിടെ ജനങ്ങളുടെ ആവശ്യങ്ങളും അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാനും ഉതകുന്ന രീതിയിൽ ഈ പഞ്ചായത്തിന് കേരളത്തിൽ ഒരു പഞ്ചായത്തിന് സാധിക്കുന്നത്. കാരണം കേരള സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ത്രിതല പഞ്ചായത്തുകളെ ഞെക്കിക്കൊള്ളുന്ന ഒരു സമീപനമാണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. സമരത്തിൽ നേതാക്കളായ ജോർജ് ജോസഫ്, ഷാൽ വെട്ടിക്കാട്ട്, ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൽ, സാബു വേങ്ങവേലി, സിനി ജോസഫ്, ഓമന സോദരൻ, PR രശ്മി, C ശിവകുമാർ, CM മാത്യു എന്നിവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുമ്പിൽ UDF അംഗങ്ങൾ ധർണ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി R ഗണേശൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ലെന്ന് നേതാക്കൾ ആരോപിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക, സാമൂഹിക പെൻഷൻ ഉടൻ അനുവദിക്കുക, വികസന മുരടിപ്പ് അവസാനിപ്പിക്കുക, ബജറ്റിലെ തുകകൾ ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KPCCയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുൻപിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിലും സമരം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പാർലമെന്ററി ലീഡർ SA ജയൻ പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി R ഗണേശൻ സമരം ഉദ്ഘാടനം ചെയ്തു. അതിന്റെ തനത് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ വർഷക്കാലത്തിൽ നടക്കാനുള്ള പദ്ധതികളെക്കുറിച്ച് വിവരിക്കുമ്പോൾ ആ പഞ്ചായത്ത് ഭരണസമിതിയുടെ ബഡ്ജറ്റ് കമ്മിറ്റിയിൽ നിന്നും UDF ഭരണസമിതി അംഗങ്ങൾ 7 പഞ്ചായത്ത് മെമ്പർമാരും വിവേചനക്കുറിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ആ കമ്മിറ്റിയിൽ നിന്നും വാക്കൗട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മോശമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. കാരണം UDF ഭരണസമിതി അംഗങ്ങൾക്ക് നമുക്കറിയാം 23 വാർഡിലെ പഞ്ചായത്തിലെ 23 വാർഡിലെയും ജനങ്ങളെന്ന് പറയുന്നത് എല്ലാ ജനങ്ങളും നികുതി അടയ്ക്കുന്നവരാണ്. ഈ നിയമപരമായി ഒടുക്കേണ്ട നികുതിക്ക് പുറമെ ഹരിത കർമ്മസേന എന്ന പേരിലും ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതി ആ നികുതി പിരിവ് മാത്രമായി പ്രവർത്തനത്തെ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റു യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ പഞ്ചായത്തിൽ നടക്കുന്നില്ല. DCC ജനറൽ സെക്രട്ടറി PA അബ്ദുൾ റഷീദ്, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കുഴുവൻമാക്കൽ, നേതാക്കളായ M ഉദയസൂര്യൻ, KA സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിയങ്ക മഹേഷ്, സുധാ റാണി, പഞ്ച നാഗരാജ്, ഷക്കീല രാജേഷ്, മുനിയലക്ഷ്മി, ഗീത ചെലതുരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് വണ്ണൻമേട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പടിക്കൽ UDF ജനപ്രതിനിധികൾ ധർണ സംഘടിപ്പിച്ചു. KPCCയുടെ ആഹ്വാനപ്രകാരമാണ് കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾക്ക് മുമ്പിലും പ്രതിഷേധം സംഘടിപ്പിച്ചത്. 2023-24 സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള ഫണ്ട് വലിയ തോതിൽ വെട്ടിക്കുറച്ച സാഹചര്യത്തിലാണ് KPCCയുടെ ആഹ്വാനപ്രകാരം ജനപ്രതിനിധികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയിൽ സമരം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ 4 കോടി 10 ലക്ഷം രൂപയ്ക്ക് മേൽ ഫണ്ട് അനുവദിച്ച ഫണ്ട് പരവിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരികയും പിന്നെ അത് കഴിഞ്ഞ 2 മാസം മുമ്പാണ് അത് തിരിച്ച് 2 കോടി 93 ലക്ഷം രൂപ ആയിട്ട് ഏതാണ്ട് 1 കോടി 29 ലക്ഷം രൂപ കുറവ് ചെയ്തുകൊണ്ടുള്ള പദ്ധതി വന്നു. അത് വന്നതിന് ശേഷം നമ്മൾ ടെൻഡർ ക്ഷണിക്കുകയും ബാക്കിയുള്ള നടപടിക്രമങ്ങൾ വീണ്ടും റീ എസ്റ്റിമേറ്റ് എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കതിനുള്ള കാലതാമസം വന്നതുകൊണ്ട്
ഇപ്പോൾ ഏതാണ്ട് 26 വർക്കുകളോ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ വർക്ക് എടുക്കാൻ കഴിയാതെ വന്നിരിക്കുകയാണ്. അത് മെയിനായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിൽ പണിത് കഴിഞ്ഞ വർക്കുകളുടെ പഞ്ചായത്തിലാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെകളാണെങ്കിലും MLA വർക്കുകളാണെങ്കിലും ബില്ല് മാറാത്തത് കൊണ്ടും ഒരു കോൺട്രാക്ടർമാർ പോലും വർക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം വളരെ ഇന്ന് വരെ കണ്ടതിൽ ഏറ്റവും വലിയൊരു പരാജയപ്പെട്ട ഒരു ഭരണ സംവിധാനത്തിലേക്കാണ് പോകുന്നത്. ഒരു കോൺട്രാക്ടർമാർ പോലും വർക്ക് എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിലവിൽ ഇപ്പോൾ ട്രഷറിൽ ഒരു 3 മാസക്കാലമായിട്ട് 1 ലക്ഷം രൂപയിൽ താഴെയുള്ള ഫണ്ടുകൾ മാത്രമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. 1 ലക്ഷം രൂപയ്ക്കോട്ട് മേളിലോട്ടുള്ള വരുന്ന ഫണ്ടുകൾ 1 ലക്ഷം രൂപ വരെയുള്ള ഫണ്ടുകൾ 1 ലക്ഷം രൂപ കാണുന്ന ഫണ്ടുകൾ അപ്പം തന്നെ അവർ ക്യൂവിൽ വെച്ചിരിക്കുകയാണ്. 1 മാസത്തോളം വെച്ചതിന് ശേഷമാണ് അതുപോലും മാറുന്നത്. അതുകൊണ്ട് ആരും തന്നെ വർക്കുകൾ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും വളരെ ഒരു പരാജയത്തിലേക്കാണ് പഞ്ചായത്ത് പോകുന്നത്. പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വളരെയധികം മരവിച്ചു എന്നുള്ളതാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജി ജോണി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജാ മാട്ടുകാരൻ, അനൂപിനോയി, സൂസൻ ജേക്കബ്, സത്യ മുരുകൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നടപടികൾക്കെതിരെ UDFന്റെ നേതൃത്വത്തിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു. UDF രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം DCC അംഗം ഷാജി കൊച്ചുകരോട്ട് ഉദ്ഘാടനം ചെയ്തു. UDF സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി നടന്നുവരുന്ന സമരങ്ങളുടെ ഭാഗമായിട്ടാണ് UDF രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ധർണ സംഘടിപ്പിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക, സർക്കാരിന്റെ ട്രഷറി നിയന്ത്രണം പിൻവലിക്കുക, ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രഖ്യാപിച്ച തുക ഉടൻ അനുവദിക്കുക, ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിന് ശാശ്വത പരിഹാരം കാണുക, സാമൂഹിക പെൻഷൻ ഉടൻ അനുവദിക്കുക, തൊഴിലുറപ്പ് ജോലിയിലെ അഴിമതി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് UDFന്റെ നേതൃത്വത്തിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ടിന്റെ അധ്യക്ഷതയിൽ നടന്ന സമരം DCC അംഗം ഷാജി കൊച്ചുകരോട്ട് ഉദ്ഘാടനം ചെയ്തു. അവരെ സാമ്പത്തിക ഞെരുക്കത്തിൽപ്പെടുത്തി അവരുടെ അധികാരങ്ങളെ കെട്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കുവാനും ആളെ സംഘടിപ്പിക്കുവാനും ഫണ്ട് സ്വരൂപിക്കുവാനുമുള്ള ഒരു താവളമാക്കി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മാറ്റുന്ന സംസ്ഥാനത്തിന്റെ നമുക്ക് വിശേഷിപ്പിക്കാൻ വേണമെങ്കിൽ അതൊരു ഭരണകൂട ഭീകരത തന്നെയാണ്. നേതാക്കളായ ജോസ് കണ്ടത്തിൻകര, ബോസ് പി മാത്യു, PR സദാശിവൻ, പിയൂസ് കറിയ, സുനിൽ വരിക്കാട്ട്, അമൽ ബേബി, ഷിൻഡോ പാറയിൽ, ഡെയ്സി ജോയി, ജിഷ ജോർജ്, അമ്മിണി ചന്ദ്രൻ, സാബു മഞ്ഞനാക്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ചിയാർ കോവിൽമലയിൽ കാട്ടാന ഇറങ്ങി ആദിവാസി കർഷകരുടെ കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചു. ജനവാസ മേഖലയിലാണ് കാട്ടാനകൾ നാശം വിതച്ചത്. 5 കർഷകരുടെ കൃഷിദേഹണ്ഡങ്ങൾ കാട്ടാനകൾ നശിപ്പിച്ചു. കോവിൽമല, ബാലവാടി, അരുവിക്കൽ ഭാഗത്താണ് കാട്ടാനകൾ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം വരുത്തിയിരിക്കുന്നത്. കൃഷിയിടത്തിലെത്തിയ കാട്ടാനക്കൂട്ടം ഏലം, വാഴ, തെങ്ങ്, പന എന്നിവ നശിപ്പിച്ചു. ഒറ്റപ്ലാക്കൽ മുരളി, ഒറ്റക്കല്ലിൽ ജോയി, തേക്കനാൽ സരസമ്മ, പൂതക്കുഴിയിൽ ജോബി എന്നിവരുടെ കൃഷിയിടത്തിലെ വിളകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. 2 കാട്ടാനകളാണ് കാട്ടിൽ നിന്നും കൃഷിയിടത്തിലിറങ്ങി നാശം വരുത്തിയതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം VR ആനന്ദൻ പറഞ്ഞു. ഈ പ്രദേശത്ത് ഈ പറമ്പ് മാത്രമല്ല, ഈ ചുറ്റുവട്ടത്തിലുള്ള മേഖലയിലുള്ള എല്ലാ പറമ്പുകളിലും കയറി അടിച്ച് തകർത്ത് നാമാവിശേഷമാക്കിയതിന് ശേഷമാണ് ആന പോയിരിക്കുന്നത്. ഇവിടെ തൊട്ടടുത്തെല്ലാം വീടുകളുള്ള ഒരു മേഖലയാണ്. ആളുകൾക്ക് വളരെ ആശങ്കയുണ്ട്. കാരണം നമ്മുടെ ഈ അടുത്ത നാളുകളിൽ വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആന കയറി ആളുകളെ വകവരുത്തുന്ന ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ കൊച്ചുകുട്ടികളടക്കം താമസിക്കുന്ന ഈ മേഖലയിലെ ആളുകൾ വളരെ ഭയത്തോടു കൂടിയാണ് രാത്രി കാലങ്ങളിൽ കിടന്നുറങ്ങുന്നത്. അപ്പോൾ നമുക്ക് അടിയന്തരമായിട്ട് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായി തീരുള്ളൂ. ഇവിടെ വനംവകുപ്പിൽ നിന്ന് ഫെൻസിങ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് അത്ര പ്രായോഗികമല്ല. ഇതിന് പരിഹാരമെന്ന് പറയുന്നത് ഈ പ്രദേശത്ത് വനാതിർത്തിയിലെ ട്രെഞ്ച് സ്ഥാപിക്കുക എന്നുള്ളതാണ്. ജനവാസ മേഖലയിലെത്തിയ ആന ഏറെ നേരം കൃഷിയിടത്തിൽ നില ഉറപ്പിച്ചു. ഇടുക്കി ഡാമിൽ കെട്ടിയ വല അഴിക്കാനെത്തിയവരാണ് കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തിയത്. കാട്ടാനകൾ ആദ്യമായാണ് ഈ ഭാഗത്തെ കൃഷിയിടത്തിൽ ഇറങ്ങുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. നമുക്ക് ഈ വഴിക്കൊന്നും ഒരു വെട്ടവും ഇല്ല, ഒന്നുമില്ല. ഒരു മനുഷ്യനും ഇതിലെ കൂടെ 100 കണക്കിന് ആൾക്കാർ ഈ വഴിയെ പോകുന്നതാണ്. ഈ വഴിയെ വല കെട്ടാനും മറ്റാവശ്യങ്ങൾക്കും 100 കണക്കിന് ആൾക്കാർ പോകുന്ന ഒരു വഴിയാണ് ഇത്. ഇപ്പോൾ ഇവിടെ ഒരു വെട്ടവും ഇല്ല, വെളിച്ചവും ഇല്ല, ഒന്നുമില്ല. ഈ ഏരിയയിൽ ഇപ്പോൾ ഈ ആന വന്നിട്ട് പോലും ഞങ്ങൾ ഒരു മനുഷ്യന് പറഞ്ഞില്ല. ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയ ശേഷം ഇത് ആദ്യത്തെ സംഭവം. ഇതുപോലെ ഇത്രയും കൃഷികൾ കണ്ടിട്ട് പോയതാണ്. ഇനി ഏത് സമയം ഇതിവിടെ വരുമെന്നുള്ള ഭീഷണിയും പേടിയും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഉൾപ്പെടെയോടുകൂടി ഇനി ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് തന്നെ നമുക്ക് സംശയമാണ്.
കാട്ടിൽ നിന്നും 1 കിലോമീറ്ററോളം അകലെയുള്ള കൃഷിയിടത്തിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. നിരവധി വീടുകളുള്ള ഭാഗമാണിത്. പ്രായം ചെന്നവരും കുഞ്ഞുങ്ങളുമായാണ് ആദിവാസികൾ ഇവിടെ കഴിയുന്നത്. ഇവരുടെ ജീവന് തന്നെ കാട്ടാനക്കൂട്ടം ഭീഷണി സൃഷ്ടിച്ചിരിക്കുകയാണ്. വയനാട് സംഭവത്തിന്റെ തുടർച്ചയാകുമോ എന്ന ഭയപ്പാടിലാണ് ആദിവാസികളെന്ന് വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ജെയ്മോൻ കോവിൽമല പറഞ്ഞു. ആന ഒരുപാട് നാശനഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. വാഴയും അതുപോലെ തന്നെ പിന്നെ തെങ്ങുമെല്ലാം എല്ലാ തേങ്ങയെല്ലാം പറിച്ച് പിന്നെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെൻസിലിംഗ് ഉണ്ടെങ്കിൽ നമുക്കത് നിലവിൽ അത് പിന്നെ വർക്കിംഗ് അല്ല. അപ്പോൾ അതിന് വേണ്ട പിന്നെ നിർദ്ദേശങ്ങൾ നമ്മൾ ഫോറസ്റ്റ് അധികാരികൾ കൊടുത്തിട്ടുണ്ട്. വനാതിർത്തിയിൽ സോളാർ വേലി ഉണ്ടെങ്കിലും ഇതൊന്നും പ്രവർത്തിക്കാത്തതാണ് കാട്ടാനകൾ കൃഷിയിടത്തിലെത്താൻ കാരണം. അടിയന്തരമായി കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം. ദേശീയ നഗര ഉപജീവന മിഷൻ നഗരദരിദ്രർക്കുള്ള പാർപ്പിട പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന നഗരസഭയിൽ തണൽ എന്ന പേരിൽ നിർമ്മിക്കുന്ന അഭയകേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഫെബ്രുവരി 16 നടക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി എം.പി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. നഗരസഭയിൽ ഭവനരഹിതരായ 1500 കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ നഗരസഭ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമായി സ്ഥലം ഇല്ലാത്തതുകൊണ്ടും മറ്റ് സാഹചര്യങ്ങൾ കൊണ്ടും ജീവിത സുരക്ഷിതത്വം ഇല്ലാത്തവരെ പ്രത്യേകം പരിഗണിക്കണമെന്ന നഗരസഭയുടെ കാഴ്ചപ്പാടാണ് പദ്ധതിക്ക് പ്രേരണയായതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പറഞ്ഞു. ദേശീയ നഗര ഉപജീവന മിഷൻ നഗരദരിദ്രർക്കുള്ള പാർപ്പിട പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന നഗരസഭയിൽ അശരണർ, വൃദ്ധർ, രോഗികൾ, വികലാംഗർ എന്നീ വിഭാഗങ്ങളുടെ അഭയം, പാർപ്പിടം, സുരക്ഷിതത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കൊണ്ട് തണൽ എന്ന പേരിൽ നിർമ്മിക്കുന്ന അഭയകേന്ദ്രത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഫെബ്രുവരി 16 തീയതി ഇടുക്കി എം.പി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി. നിർവഹിക്കുന്നതാണ്. NULMന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുന്ന 3.15 കോടി രൂപയും നഗരസഭാ വിഹിതമായ 40 ലക്ഷം രൂപയും ചേർത്ത് 3.55 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത്. നഗരസഭയുടെ പേഴുങ്കവലയിലുള്ള സ്ഥലത്താണ് അഭയകേന്ദ്രം നിർമ്മിക്കുന്നതെന്ന് കൗൺസിലർ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. ഭൂരഹിത ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെള്ളയാങ്കുടിയിലെ 42 ഫ്ലാറ്റുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഭൂരഹിത ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കും. അപ്പോൾ പിന്നെയും പ്രശ്നം വരുന്നത് ചില വീടുകളിൽ ഒറ്റപ്പെട്ട ആളുകൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ രോഗികളായിട്ടുള്ള ആളുകളുണ്ട്. രോഗികളായിട്ടുള്ള ആളുകൾ വീട്ടിലുള്ളത് കൊണ്ട് വീട്ടിലുള്ള മറ്റാളുകൾക്ക് പണിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വികലാംഗരായിട്ടുള്ള ആളുകൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ അകല പ്രദേശങ്ങളിൽ താമസിക്കുകയും അവരുടെ ഉപജീവനം ടൗണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുമാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ടൗണിൽ വരികയും തിരിച്ചു പോവുകയും ചെയ്യുക എന്ന് പറയുന്നത് അവർക്കുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ട്. ഇങ്ങനെയുള്ള ആളുകളെ, ഈ രോഗികളായിട്ടുള്ളവരെ, അതോടൊപ്പം തന്നെ അംഗവൈകല്യമുള്ളവരെ, ഇത്തരത്തിൽ ഉപജീവനം ടൗണുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളുടെ ഒരു അഭയ കേന്ദ്രം എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ ഷെൽട്ടർ ഹോം നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 3.15 കോടി രൂപയും മുനിസിപ്പാലിറ്റിയുടെ 40 ലക്ഷം രൂപയും ചേർത്ത് 3.55 കോടി രൂപയ്ക്കാണ് നമ്മൾ ഈ ഷെൽട്ടർ ഹോം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 16 രാവിലെ 11:30 പേഴുങ്കവലിയിൽ ചേരുന്ന യോഗം ഇടുക്കി എം.പി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷത വഹിക്കും. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ റിജീന ടി.എം. മുഖ്യപ്രഭാഷണം നടത്തും. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ.ജെ. ബെന്നി, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിക്കും. വാർത്താസമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, വൈസ് ചെയർമാൻ കെ.ജെ. ബെന്നി, കൗൺസിലർമാരായ ജോയി വെട്ടിക്കുഴി, സിബി പാറപ്പായി, ഐബിമോൾ രാജൻ, ലീലാമ്മ ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. തൊടുപുഴ മുട്ടം ജില്ലാ കോടതിയിൽ മോഷണ ശ്രമം. ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം നടന്നത്. കോടതിക്കുള്ളിലെ ഓഫീസ് മുറിയും DDP ഓഫീസും പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസും കുത്തി തുറന്നു. വിവിധ കേസുകളുടെ ഫയലുകൾ സൂക്ഷിച്ചിരുന്ന മേശകൾ തുറന്ന നിലയിലാണ്. മുട്ടം പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി.
വിവിധ കേസുകളുടെ ഫയലുകൾ സൂക്ഷിച്ചിരുന്ന മേശകൾ തുറന്ന നിലയിലാണ്. പ്രാഥമിക അന്വേഷണത്തിൽ മോഷണം നടന്നതായി കണ്ടെത്തിയില്ല. ഫയലുകളോ മറ്റു രേഖകളോ മോഷണം പോയോ എന്ന് പരിശോധിച്ചു വരികയാണ്. മുട്ടം പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ലഭിച്ച വിരലടയാളങ്ങൾ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. മണം പിടിച്ച ഡോഗ് സ്ക്വാഡ് കോടതി പരിസരത്ത് മാത്രം ചുറ്റിക്കറങ്ങി. ചൊവ്വാഴ്ച രാത്രിയിൽ തന്നെ കോടതിക്ക് 500 മീറ്റർ അപ്പുറത്തു നിന്നും ഒരു ബൈക്കും മോഷണം പോയിരുന്നു. ബൈക്ക് കഴിഞ്ഞ ദിവസം തൊടുപുഴയ്ക്കടുത്തുള്ള മാരിക്കലങ്ക് പ്രദേശത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കോടതിയിൽ മോഷണശ്രമം നടക്കുമ്പോൾ 3 സെക്യൂരിറ്റി ജീവനക്കാർ കോടതിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ മോഷണ വിവരം അവർ അറിഞ്ഞില്ലെന്ന് പോലീസ് പറഞ്ഞു. പാർപ്പിടം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആരോഗ്യം, കാർഷിക മേഖല എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. 33 കോടി രൂപയുടെ ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡുകളിലെയും ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പാർപ്പിടം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആരോഗ്യം, കാർഷിക മേഖല എന്നിവയുടെ വികസനത്തിന് ഫണ്ടുകൾ വകയിരുത്തിയിട്ടുണ്ട്. 33,10,20,108 രൂപ വരവും 32,60,73,600 രൂപ ചെലവും 49,46,508 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് എസ് ശ്രീരാമൻ അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് KM ഉഷ അധ്യക്ഷയായിരുന്നു. 10,20,108 രൂപ വരവും 32,60,3,600 രൂപയുടെ ചിലവും 49,46,508 രൂപ നീക്കിയിരിപ്പും വരുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റാണ് ഈ വർഷം അവതരിപ്പിച്ച് പാസ്സാക്കിയിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ 23 വാർഡിലും വേണ്ടുന്ന എല്ലാവിധ വികസനത്തിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു തുക വിവിധ മേഖലകളിലേക്ക് നമുക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രധാന പ്രോജക്റ്റ് എന്ന നിലയ്ക്ക് വീട്, പാർപ്പിടം, അതോടൊപ്പം തന്നെ പൊതുജനാരോഗ്യം, കുടിവെള്ളം, ശുചിത്വം, പശ്ചാത്തല സൗകര്യ വികസനം, ടൂറിസം, ഉൽപ്പാദന മേഖലയിലെ വളർച്ച, അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് വേണ്ടുന്ന ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസത്തിന് വലിയ തരത്തിലുള്ള ഊന്നൽ കൊടുക്കണം, സദ്ഭരണം, പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനുള്ള പദ്ധതികൾ, അഗതികൾക്ക് വേണ്ടുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ. അതിലുപരി ഇത്തവണ നമുക്ക് നമ്മുടെ മുന്നിലുള്ള നമ്മുടെ പഞ്ചായത്തിലുള്ള 62 അതിദാരിദ്ര്യരെ നമ്മൾ അവർക്ക് വേണ്ടുന്ന ഉയർച്ചയിലേക്കുള്ള അവർക്ക് വേണ്ടുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് പൈസ. വനിതാ ഘടക പദ്ധതി, വനിതാ വികസനം, അങ്ങനെ ഇത്തരത്തിലുള്ള റോഡുകളുടെ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫണ്ട് മാറ്റിവെക്കുന്നത്. കുടിവെള്ളം, ശുചിത്വം, പശ്ചാത്തല സൗകര്യ വികസനം, ടൂറിസം, ഉൽപാദന മേഖലയിലെ വളർച്ച, വയോജന ക്ഷേമ പദ്ധതികൾ, വിദ്യാഭ്യാസം, സദ്ഭരണം, പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനുള്ള പദ്ധതികൾ, അഗതി ക്ഷേമ പദ്ധതികൾ, വനിതാ വികസനം, റോഡുകളുടെ നവീകരണം എന്നിവയ്ക്കും ബജറ്റിൽ ഫണ്ടുകൾ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD അജിത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീല കുളത്തുങ്കൽ, J പ്രതിഭ, പഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽകുമാർ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അവതരിപ്പിച്ച 2024-25 വർഷത്തെ ബജറ്റ് പ്രതിപക്ഷ അംഗങ്ങൾ ബഹിഷ്കരിച്ചു. പഞ്ചായത്തിലെ വാർഡുകളുടെ പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ തുല്യമായി വീതിച്ചു നൽകുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങൾ ബജറ്റ് ബഹിഷ്കരിച്ചത്. ബജറ്റ് അവതരിപ്പിച്ച് അംഗീകാരം ലഭിക്കുന്നതിനായുള്ള യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ വിയോജനക്കുറിപ്പ് സമർപ്പിച്ച ശേഷമാണ് പ്രതിപക്ഷ അംഗങ്ങൾ ബജറ്റ് ബഹിഷ്കരിച്ചത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡുകളിലും വികസന പ്രവർത്തനങ്ങൾക്കായി അനുവദിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി വീതിക്കുന്നില്ലെന്ന് ഭരണപക്ഷ അംഗങ്ങൾ ആരോപിച്ചു. ഭരണപക്ഷ അംഗങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബജറ്റ് ചർച്ച നടത്തിയ ശേഷമാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പ്രതിപക്ഷ അംഗങ്ങളോട് തീർത്തും അവഗണനയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കാണിക്കുന്നതെന്നും പ്രതിപക്ഷ അംഗം SA ജയൻ ആരോപിച്ചു. ഇത് സംബന്ധമായി UDFന്റെ 7 മെമ്പർമാരാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലുള്ളത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ UDF മെമ്പർമാർ അറിഞ്ഞിട്ടില്ല. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വൈസ് പ്രസിഡന്റ് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ മെമ്പർ അറിഞ്ഞിട്ടില്ല. അറിയാതെയാണ്, കമ്മിറ്റി തീരുമാനം പോലും ഇല്ലാതെയാണ് ഈ പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധമായി ഇന്നലെ ഇടുക്കി കളക്ടർക്കും പ്ലാനിംഗ് ഉദ്യോഗസ്ഥർക്കും JDക്കും പരാതി ഞങ്ങൾ അയച്ചിട്ടുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു തീരുമാനം ഭരണസമിതിയിൽ നിന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ
ഇതിൽ കൂടുതൽ UDF മെമ്പർമാർ പ്രതികരിക്കും. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ 7 UDF അംഗങ്ങളാണുള്ളത്. വികസനത്തിനായി ഫണ്ടുകൾ അനുവദിക്കുമ്പോൾ പ്രതിപക്ഷ അംഗങ്ങളെ ഭരണസമിതി അവഗണിക്കുകയാണെന്നും ഇവർ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്കും ജില്ലാ പ്ലാനിംഗ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയതായും ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ അംഗങ്ങളായ പ്രിയങ്ക മഹേഷ്, പഞ്ചാ നാഗരാജ്, സുധാ റാണി, ഷക്കീല രാജേഷ്, മുനിയലക്ഷ്മി, ഗീത ചെല്ലദുരൈ എന്നിവർ പറഞ്ഞു. രാഷ്ട്രത്തിനായി ജീവൻ ബലിയർപ്പിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായി കട്ടപ്പന വെള്ളയാങ്കുടി സരസ്വതി വിദ്യാപീഠം സ്കൂളിൽ പുൽവാമ ദിനം ആചരിച്ചു. 2019 ഫെബ്രുവരി 14 ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച 40 CRPF ജവാന്മാരുടെ അനുസ്മരണവും പുഷ്പാർച്ചനയും കട്ടപ്പന അമർജവാൻ യുദ്ധസ്മാരകത്തിൽ നടത്തി. സ്കൂളിൽ തയ്യാറാക്കിയ പ്രത്യേക സ്മൃതി മണ്ഡപത്തിൽ കുട്ടികൾ പുഷ്പാർച്ചന നടത്തി. വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ അനീഷ് KS അനുസ്മരണ പ്രഭാഷണം നടത്തി. കട്ടപ്പന അമർജവാൻ സ്മാരകത്തിൽ സ്കൂൾ മാനേജർ MT ഷിബു പുഷ്പചക്രം അർപ്പിച്ചു. രാഷ്ട്രത്തിനെതിരെ നടക്കുന്ന പ്രവർത്തനങ്ങൾ സധൈര്യം നേരിട്ട് മുന്നോട്ടു പോകേണ്ടത് രാഷ്ട്ര നന്മയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ധീരന്മാരായിട്ടുള്ള ഭാരത സൈനികരെ പുൽവാമയിലെ അനന്തപൂരിൽ വെച്ചിട്ട് 2019 ജനുവരി മാസം 14 തീയതിയാണ് വീരമൃത്യു വരിച്ചത്. ജെയ്ഷെ മുഹമ്മദ് എന്നുള്ള ഭീകര സംഘടനയുടെ ചാവേർ സ്ഫോടനത്തിൽ നമ്മുടെ ധീരന്മാരായിട്ടുള്ള 40 സൈനികർ വീരമൃത്യു വരിക്കുകയുണ്ടായി. നമ്മെ ഓരോ ഭാരതീയനെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയും സുരക്ഷയും കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ധീരന്മാരായിട്ടുള്ള സൈനികരുടെ ബലിദാനം എന്ന് പറയുന്നത് എല്ലാ കാലത്തെയും ഓർമ്മകളിൽ ജ്വലിച്ചു നിൽക്കേണ്ടതാണ്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെന്നുള്ള നിലയ്ക്ക് നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഈ ദിനം നമ്മെ ഈ ഒരു സൈനികരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സുദിനമായി മാറണം. വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളം കലാജാഥയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി. കലാജാഥയുടെ ഭാഗമായി തെരുവ് നാടകവും ഫ്ലാഷ് മോബും നടന്നു. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നതിലൂടെ സമൂഹത്തിനുണ്ടാകുന്ന ദോഷങ്ങൾ, ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ തെരുവ് നാടകം അവതരിപ്പിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷനാണ് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി കലാജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. കട്ടപ്പനയിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. കലാജാഥയുടെ ഭാഗമായി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ അവതരിപ്പിച്ച തെരുവ് നാടകവും ഫ്ലാഷ് മോബും കാണാൻ നിരവധി ആളുകൾ എത്തി. ഇത് പകയാണ് പത്ത്, മണ്ണിന്റെ പക. ഓർമ്മയില്ലേ, ആരി വിതറിയ പൊന്നുവിളയെന്നൊരു പെണ്ണായിരുന്നു നമ്മുടെ മണ്ണ്. ഉണ്ണാമ്പ് പോലും മുറിക്കാനായ കൃഷി വ്യവസായമായപ്പോ ആരിയെറിഞ്ഞ രാസവളങ്ങൾ നമ്മളെ തന്നെ കാർന്ന് തിന്നുകയാണ്. കണ്ണത്തിനെ കണക്കറ്റ കത്തിക്കുന്നത് പോലും പ്ലാസ്റ്റിക്കിന് തീ കൊളുത്തിയ പ്ലാസ്റ്റിക് വിഷ. നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി, കൗൺസിലർമാരായ ജാൻസി ബേബി, ധന്യ അനിൽ, ബീന സിബി, ഷിജി തങ്കച്ചൻ, CDS ചെയർപേഴ്സൺ രത്നമ്മ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. എഴുകുമ്പയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷം ഫെബ്രുവരി 17 നടക്കുമെന്ന് അധികൃതർ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ MM മണി MLA അധ്യക്ഷത വഹിക്കും. ഡീൻ കുര്യാക്കോസ് MP മുഖ്യ പ്രഭാഷണം നടത്തും. സ്കൂളിലെ ആദ്യകാല സംഘാടകരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനുവും മുൻ അധ്യാപകരെ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ VN മോഹനനും ആദരിക്കും. പരീക്ഷയിൽ മികച്ച വിജയം നേടിയവർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് ഉപഹാരം നൽകും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഖ ത്യാഗരാജൻ, SNDP യോഗം ബോർഡ് അംഗം KN തങ്കപ്പൻ എന്നിവർ പ്രതിഭകളെ അനുമോദിക്കുമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. എഴുകുമ്പയിൽ ജയ്മാത LP സ്കൂൾ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായതാണ്. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് തുടർ പഠനത്തിനായി ഒരു UP സ്കൂൾ ആവശ്യമായി വരികയും എഴുകുമ്പയിൽ, ഈട്ടിത്തോപ്പ്, പച്ചടി, തൂവൽ, മഞ്ഞപ്പാറ, കൗന്തി
ഈ ഭാഗങ്ങളിലെല്ലാം ഉള്ള കുട്ടികളുടെ ഏക ആശ്രയമായിരുന്നു ആ LP സ്കൂൾ. ഉച്ചയ്ക്ക് 12 മണിക്ക് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം വിദ്യാഭ്യാസ ഉപഡയറക്ടർ R. വിജയ ഉദ്ഘാടനം ചെയ്യും. 2 മണിക്ക് കലാസന്ധിയും 4:30 ഗാനമേളയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ R. സതീശൻ, പ്രീമി ലാലിച്ചൻ, സാബു മണിമലക്കുന്നേൽ, സാബു മാലിയിൽ, ജോണി പുതിയാപറമ്പിൽ, ജോർജ് മൈക്കിൾ, ജെയ്സൺ മാത്യു എന്നിവർ പങ്കെടുത്തു. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ എസ്റ്റേറ്റ് പൂപ്പാറ വാക്കോട സിറ്റി റോഡിനോട് ചേർന്ന് അപകട ഭീഷണി ഉയർത്തി ഉണങ്ങി നിൽക്കുന്ന മരം വെട്ടിമാറ്റാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി. വീടുകൾക്കും ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഉണങ്ങി ദ്രവിച്ച മരം. റോഡ് പുറമ്പോക്കിൽ നിൽക്കുന്ന മരം വെട്ടിമാറ്റുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ എസ്റ്റേറ്റ് പൂപ്പാറ വാക്കോട സിറ്റി റോഡരികിൽ കാവും ഭാഗത്താണ് വലിയ മരം ഉണങ്ങി അപകട ഭീഷണി ഉയർത്തുന്നത്. റോഡ് പുറമ്പോക്കിൽ നിൽക്കുന്ന ചന്ദനവയമ്പ് ഇനത്തിൽപ്പെട്ട മരമാണ് പ്രദേശവാസികൾക്കും വാഹനയാത്രികർക്കും അപകട ഭീഷണിയായി മാറിയിരിക്കുന്നത്. 4 സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണിത്. കൂടാതെ സമീപത്ത് താമസിക്കുന്ന വയോധികരായ വടക്കപുരത്ത് സോമന്റെയും ഓമനിയുടെയും വീടിനും മരം വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഉണങ്ങിയ മരം വെട്ടിമാറ്റി തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിലും വനം വകുപ്പിലും പരാതി നൽകി 11 മാസക്കാലം പിന്നിട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്ന് സമീപവാസിയായ സോമൻ പറയുന്നു. ഇത് ഞാൻ ഒരു അപേക്ഷ വെച്ച് പഞ്ചായത്തിൽ കൊണ്ടു കൊടുത്തു. അവിടുന്ന് ഒരു പെർമിറ്റ് എൻ്റെ ഈ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഫോറസ്റ്റിൽ പറഞ്ഞ് ഫോറസ്റ്റുകാർ ഇവിടെ ഒരു ദിവസം വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, ചേട്ടാ ഞങ്ങളിത് തടി വെട്ടി ഞങ്ങൾ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു. അതിന് ഞങ്ങൾക്ക് അതപ്പോൾ DFIയുടെ ഓർഡർ കിട്ടണം, എന്നിട്ട് ഞങ്ങൾ വെട്ടുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരിവിടെ വന്നു, ചേട്ടാ ഇങ്ങനെ ഓർഡർ കിട്ടിയിട്ടുണ്ട്, DFIയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്, വെട്ടാൻ അനുമതി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു ചാന്തൻപാറ പഞ്ചായത്തിൽ എല്ലാം പറഞ്ഞു എന്നോട്. ഞാൻ പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ വന്നില്ല. അത് കാരണം ഞാൻ പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ കാശ് മുടക്കണോ അതെയോ ഈ വെട്ടാണെന്ന് അറിയുമ്പോൾ അവർ വെട്ടാതെ പോയെന്ന് അറിയാൻ പാടില്ല. ഞങ്ങൾ കലക്ടറെ വിളിച്ച് പറഞ്ഞായിരുന്നു. കലക്ടർ പറഞ്ഞു ഞാൻ അന്വേഷിക്കട്ടെ, എന്നിട്ട് അതിന് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവിടെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ കുടുംബം തന്നെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ എൻ്റെ മക്കളോട് അയൽക്കത്തുകാർ പറഞ്ഞെങ്കിൽ മാത്രമേ അവർ അറിയുള്ളൂ, വിവരം അറിയുള്ളൂ. അതുകൊണ്ട് ഇതിന് എത്രയും വേഗം ഒരു നടപടി ഉണ്ടാവണം. ഉണങ്ങി ദ്രവിച്ച മരത്തിന്റെ ശിഖരങ്ങൾ കാറ്റിൽ ഒടിഞ്ഞു റോഡിലേക്ക് പതിക്കുന്നത് പതിവാണ്. ഇരുചക്ര വാഹന യാത്രികരുടെ മേൽ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണ സംഭവവും ഉണ്ടായിട്ടുണ്ട്. പരാതിയെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചെങ്കിലും നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതും സമീപത്തുകൂടി 11 kV വൈദ്യുതി ലൈൻ കടന്നു പോകുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. മഴക്കാലം എത്തുന്നതിന് മുൻപേ വലിയ അപകട സാധ്യത ഒഴിവാക്കുവാൻ എത്രയും പെട്ടെന്ന് മരം വെട്ടിമാറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. യൂത്ത് കോൺഗ്രസ് KSU സംയുക്ത യോഗം കട്ടപ്പനയിൽ നടന്നു. സമരാഗ്നി ജാഥയുടെ വിജയത്തിനായാണ് യോഗം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ യോഗം ഉദ്ഘാടനം ചെയ്തു. KPCCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരാഗ്നി ജാഥ കട്ടപ്പനയിലെത്തുമ്പോൾ ഇത് വിജയിപ്പിക്കുന്നതിനുള്ള ആലോചന യോഗമാണ് നടന്നത്. സമരാഗ്നി ജാഥയ്ക്ക് മുന്നോടിയായി 19-ന് കട്ടപ്പനയിൽ വിളംബര റാലി സംഘടിപ്പിക്കും. 21-ാം തീയതി കോളേജുകളിൽ നിന്ന് പ്രത്യേക ജാതീയ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ സമരാഗ്നിയിൽ അണിനിരക്കും. കട്ടപ്പന ഇന്ദിരാഭവനിൽ ചേർന്ന യോഗം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് 21-ാം തീയതി കട്ടപ്പനയിലെ പ്രോഗ്രാം വൻ വിജയമാക്കി തീർക്കുക എന്നുള്ളതാണ്. ഇടുക്കി ജില്ലയിലെ 3 പരിപാടികൾ നടക്കുന്നതിൽ ഏറ്റവും കോൺഗ്രസ് പ്രവർത്തകരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാക്കാൻ കഴിയുന്ന സ്ഥലം കട്ടപ്പനയിലെയാണ്. കാരണം ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകന്മാരുള്ള ഏരിയയിൽ ആണ് കട്ടപ്പനയിലെ സമ്മേളനത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. പീരുമേട് നിയോജകമണ്ഡലം പൂർണ്ണമായും, ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിലെ നെടുങ്കണ്ടം ബ്ലോക്ക് പൂർണ്ണമായും, ഇടുക്കി നിയോജകമണ്ഡലത്തിലെ കട്ടപ്പന ബ്ലോക്കിൻ്റെ കൊന്നത്തടി പഞ്ചായത്ത് ഒഴിച്ചുള്ള ബാക്കി 4 മണ്ഡലങ്ങളും, ഇടുക്കി ബ്ലോക്കിലെ മരിയാപുരം വാഴത്തോപ്പ് 2 മണ്ഡലങ്ങളും, അങ്ങനെയുള്ള ഏരിയയാണ് കട്ടപ്പനയിലെ സമ്മേളനത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി KPCC DCC. യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ആൽബിൻ മണ്ണഞ്ചേരി അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, INTUC മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് രാജു, മോബിൻ മാത്യു, ജിതിൻ ഉപ്പുമാക്കൽ, KS സജീവ് എന്നിവർ സംസാരിച്ചു. വലിയ നോമ്പിലെ ആദ്യ വെള്ളിയാഴ്ചയായ 16-ാം തീയതി എഴുകുമ്പയിൽ കുരിശുമലയിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് നാലുമുക്ക് ഇടവക വികാരി ഫാദർ ഫിലിപ്പ് താഴത്തുവീട്ടിൽ, ആനക്കുളം ഇടവക വികാരി ഫാദർ ജോർജ് പള്ളിവാതുക്കൽ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് വികാരി ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി അറിയിച്ചു. ഫാദർ മാത്യു ഈന്തോട്ടത്തിൽ സന്ദേശം നൽകും. 2024 കുരിശുമല തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരുന്നു. ആദ്യ വെള്ളിയാഴ്ചയായ
ഫെബ്രുവരി 16 രാവിലെ 9:30 എഴുകുമ്മയിൽ ടൗണിലുള്ള കപ്പേളയിൽ നിന്നും കുരിശിന്റെ വഴി ആരംഭിക്കുന്നു. മലമുകളിലെ 11 മണിക്കും വൈകുന്നേരം 5 മണിക്കും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. നോമ്പിലെ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം 7 മണിക്ക് കുരിശുമല ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ഉണ്ട്. രാത്രികാലങ്ങളിൽ തീർത്ഥാടകർക്ക് മല കയറാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷം 40-ാം വെള്ളിയാഴ്ച ഇടുക്കി രൂപത തീർത്ഥാടനത്തിന് അഭിമന്യ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് നേതൃത്വം നൽകുന്നു. ദുഃഖവെള്ളിയാഴ്ച അഭിമന്യ പിതാവിന്റെ നേതൃത്വത്തിൽ രാവിലെ 7 മണിക്ക് എഴുകുമ്മയിൽ കപ്പേളയിൽ നിന്നും കുരിശിന്റെ വഴി ആരംഭിക്കുന്നു. മലമുകളിൽ തീർത്ഥാടന ദേവാലയത്തിൽ പീഡാനുഭവ വെള്ളിയുടെ തിരുക്രമങ്ങളും പീഡാനുഭവ സന്ദേശവും നൽകും. അന്നേ ദിവസം വിവിധ സ്ഥലങ്ങളിലേക്ക് വാഹന സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഏവരുടെയും സഹകരണവും സാന്നിധ്യവും പ്രതീക്ഷിക്കുന്നു. തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന തണൽ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച മുരിക്കാശ്ശേരിയിൽ നടക്കും. തികച്ചും നിർധനരായ വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് സൗകര്യമൊരുക്കുന്ന ജില്ലയിലെ പ്രഥമ സ്ഥാപനമാണ് തണൽ റീഹാബിലിറ്റേഷൻ സെന്റർ. നിർധനരായ വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ഉള്ള സൗകര്യം ഒരുക്കുകയാണ് തണൽ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രധാന ലക്ഷ്യം. കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹോദര സ്ഥാപനമാണ് മുരിക്കാശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ട്രസ്റ്റിനെ സ്നേഹിക്കുന്ന ഉദാര മനസ്കരായവരുടെ ചെറുതും വലുതുമായ സഹായങ്ങൾ കൊണ്ടാണ് മുരിക്കാശ്ശേരിയിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുക. കഴിഞ്ഞ നവംബർ 23 ഡയാലിസിസിന്റെ പ്രവർത്തനം തുടങ്ങിയെങ്കിലും ഔദ്യോഗികമായി നാടിന് സമർപ്പിക്കുന്ന ചടങ്ങാണ് ബുധനാഴ്ച നടക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നിലവിൽ 10ഓളം പാവപ്പെട്ടവരായ നിർധനരായ രോഗികൾ ഇന്ന് തണലിന്റെ ഡയാലിസിസ് സെന്ററിൽ ആശ്വാസം കണ്ടെത്തുകയാണ്. അതിന്റെ രണ്ടാം ഘട്ടമായ പാലിയേറ്റീവ് സെന്റർ, തണൽ വീട്, അതായത് അഗതി മന്ദിരം എന്നിവയുടെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ വൈകിട്ട് 4 മണിക്ക് തണൽ അങ്കണത്തിൽ വെച്ച് നടക്കുകയാണ്. നിലവിൽ തണലിന്റെ ചെയർമാൻ ഡോക്ടർ ഇദ്രീസിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുകയാണ്. സൗജന്യ ഡയാലിസിസ് സെന്ററിന് പുറമെ വാർദ്ധക്യത്തിൽ താങ്ങായി ആരുമില്ലാത്ത 50 പേരെ സംരക്ഷിക്കുവാൻ കഴിയുന്ന തണൽ വീട്, ഫിസിയോതെറാപ്പി സെന്റർ, പ്ലേയിങ് ആൻഡ് പാലിയേറ്റീവ് കെയർ ഉൾപ്പെടെയുള്ള മറ്റു സൗകര്യങ്ങൾക്കും തുടക്കമാകും. തണൽ മുരിക്കാശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് അൻവർ കാരിമറ്റം, സെക്രട്ടറി മുഹമ്മദ് ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ 17-അംഗ കമ്മിറ്റി അംഗങ്ങൾ തണൽ മുരിക്കാശ്ശേരി യൂണിറ്റിന് നേതൃത്വം നൽകും. ബുധനാഴ്ച നടക്കുന്ന ഉദ്ഘാടന യോഗത്തിൽ തണൽ കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഇബിരീസ്, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, തണൽ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും. കട്ടപ്പന പുളിയമല കോൺഗ്രസ് ബൂത്ത് യോഗവും പൗരസ്വീകരണവും നടന്നു. AICC അംഗം അഡ്വക്കേറ്റ് DM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന പുളിയന്മല ശിവലിംഗക്കുടിയിൽ വെച്ചാണ് ബൂത്ത് യോഗവും പൗരസ്വീകരണവും സംഘടിപ്പിച്ചത്. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ രണ്ട് ഗവൺമെന്റുകളും, കേന്ദ്രം ഭരിക്കുന്ന മോഡിയുടെ ഗവൺമെന്റും സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റും ഈ പാവങ്ങളെയും സാധാരണക്കാരെയും മറന്നത്. പാവങ്ങളിൽ ഏറ്റവും പാവങ്ങളിലെ ക്ഷമ പെൻഷൻ വാങ്ങിക്കുക. ഒരു നിവൃത്തിയില്ലാതെ ജോലി ചെയ്യാൻ പറ്റാത്തവരാണ്. പ്രാർത്ഥക്യത്തിൽ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങിക്കുന്നവരാണ്. വാർദ്ധക്യത്തിൽ ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് പട്ടിണി കൂടാതെ, മരണം അകലെയൊന്നുമല്ല, അടുത്താണ്, പ്രായാധിക്യമുള്ള ആളുകളാണ്. അവർക്ക് പട്ടിണി കൂടാതെ കഴിയാൻ വേണ്ടി, അവരെ നഗ്നത മറയ്ക്കാൻ വേണ്ടി, പട്ടിണി നടത്താൻ വേണ്ടിയുള്ള ഒരു ക്ഷേമ പെൻഷനാണ്. അതൊരു സൗജന്യവുമല്ല, ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമാണ്. അതിൽ വീഴ്ച വരുത്തുന്നവരെ പറ്റി നമ്മൾ എന്താ പറയുന്നത്? വാർഡ് പ്രസിഡന്റ് ശശികുമാർ വിജയവിലാസം അധ്യക്ഷനായിരുന്നു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോസ് മുത്തനാട്ട്, ജോയി അണിത്തോട്ടം, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിന്ധു വിജയകുമാർ, ജോസ് ആനക്കല്ലിൽ, മേരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗോത്രവർഗ ജില്ലാ ചെയർമാനായി തിരഞ്ഞെടുത്ത S. ശങ്കർ, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത അരുൺകുമാർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. കോൺഗ്രസിന്റെ കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു.
തുടർന്ന് പാർട്ടിയിലേക്ക് എത്തിയവർക്കും സ്വീകരണം നൽകി. ലൗലി ഷാജി, കുഞ്ഞുമോൻ പുല്ലന്തനാൽ, ബാബു എന്നിവർ നേതൃത്വം നൽകി. ഉപ്പുതറ കാപ്പിപ്പാറ സ്കൂൾ പടി, കമ്മ്യൂണിറ്റി ഹാൾ പടി റോഡ് നവീകരിച്ച് നാട്ടുകാർക്ക് തുറന്നു നൽകി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി നിക്സൺ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് നവീകരിച്ചത്. അത് ഈ വർഷത്തെ 2023-24 സാമ്പത്തിക വർഷത്തെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഇനി കോൺക്രീറ്റ് നടപടി പൂർത്തീകരിച്ച് ഇന്ന് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് നിർമ്മിച്ചത്. തകർന്നു കിടന്നിരുന്ന 200 മീറ്റർ ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്തത്. വർഷങ്ങളായി കാപ്പിപ്പതാൽ സ്കൂൾ പടി, കമ്മ്യൂണിറ്റി ഹാൾ റോഡ് തകർന്നു കിടക്കുകയായിരുന്നു. റോഡ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടിരുന്നു. ഇതോടെ വാഹന കാൽനട യാത്ര ഏറെ ദുഷ്കരമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി നിക്സൺ റോഡിനായി തുക വകയിരുത്തിയത്. ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം IB പൗലോസ് അധ്യക്ഷയായിരുന്നു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന YMCAയുടെ പൊതുയോഗവും നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിക്ക് സ്വീകരണവും നൽകി. ഫാദർ വർഗീസ് ജോൺ കോർ എപ്പിസ്കോപ്പ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ബീന ടോമിക്ക് സ്വീകരണവും YMCAയുടെ 2024 ഫെബ്രുവരി മാസത്തെ പൊതുയോഗവുമാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹാളിൽ വെച്ച് നടന്നത്. ഫാദർ വർഗീസ് ജോൺ കോർ എപ്പിസ്കോപ്പ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രവർത്തനവും സമൂഹത്തിന് നന്മയാണ് നമ്മുടെ YMCA ആഗ്രഹിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പറ്റപ്പോൾ നമുക്ക് ഞങ്ങളെ തന്നെ താങ്ങാനായിട്ട് സാധിക്കാതെ നഗരസഭയുടെ കൂടി ചേർന്ന് നമുക്ക് കൈത്താങ്ങ് തരുമ്പോൾ ഒത്തിരി നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. രാഷ്ട്രീയമാണ്, എന്നാ നല്ല ചെയ്താലും വഴി മാത്രമേ കേൾക്കുള്ളൂ. നമ്മുടെ ഒരു രീതിയാണ്. എല്ലാം നല്ല ചെയ്താലും നമ്മൾ വഴികൾ പറയുന്ന ആൾക്കാരാണ്. ആ പഴി കേൾക്കാനുള്ളതായ ഒരു സഹനശക്തി ഈ മക്കൾ ദൈവം നൽകട്ടെ എന്ന് മാത്രമേ ഞാൻ ആശംസിക്കുന്നുള്ളൂ. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലൂടെയാണ് താൻ പൊതുരംഗത്ത് വന്നതെന്നും ചെയർപേഴ്സന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് തന്നെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും തുടരുമെന്നും ബീന ടോമി പറഞ്ഞു. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ കട്ടപ്പന YMCA അംഗങ്ങൾ നൽകുന്ന പിന്തുണ ഏറെ സഹായകരമാണെന്നും ബീന ടോമി കൂട്ടിച്ചേർത്തു. നമ്മുടെ എല്ലാ പേഷ്യന്റുകളും YMCAക്കാരെ എന്നും അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഞങ്ങളെ മറന്നുപോയോ? ബീന ചേച്ചി ചെയർപേഴ്സൺ ആയതുകൊണ്ട് ഇനി വരുമോ? എല്ലാവരുടെയും പേടി ഞാൻ ഇനി നിങ്ങളെ ആരെയും അവിടെ പറഞ്ഞു വിടത്തില്ലേ എന്നുള്ളതാണ്. പക്ഷെ ഞാൻ അവർക്കെല്ലാം വാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും അവരാരും വരാതിരിക്കുകയില്ല. എന്തെങ്കിലും ഒരു അവധി ഉണ്ടെങ്കിൽ അന്ന് നിങ്ങൾക്ക് കാണണ്ടേ ഓരോ സാറുമാരുടെ പേര് പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ അറിയാൻ പാടില്ലാത്തവരൊക്കെ പേര് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്ന സാറുമാർ അവിടെയുണ്ട്, ഇവരെയൊക്കെ നിങ്ങൾക്ക് ഞാൻ ഫോൺ നമ്പർ തരാൻ വിളിച്ചു. യോഗത്തിൽ കട്ടപ്പന YMCA പ്രസിഡന്റ് സിറിൽ മാത്യു അധ്യക്ഷനായിരുന്നു. ഫാദർ ബിനോയ്, ജോർജ് ജേക്കബ്, YMCA സെക്രട്ടറി രഞ്ജിത്ത് ജോർജ്, UC തോമസ്, അഡ്വക്കേറ്റ് ജെയ്ജു ഡി അറക്കൽ എന്നിവർ സംസാരിച്ചു. കാഞ്ചാർ പഞ്ചായത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ 16 വാർഡടങ്ങുന്ന പഞ്ചായത്തിൽ ഇത്രയേറെ കുട്ടികൾ മിടുക്കരായ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച ആ കുട്ടികൾ ഈ ഗ്രാമത്തിൽ ഈ നമ്മുടെ പഞ്ചായത്തിനപ്പുറത്തേക്ക് അറിയപ്പെടാൻ പോവുകയാണ്. ഒരുപക്ഷെ അറിയപ്പെട്ടിരിക്കും. എങ്കിലും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ നൽകുന്ന ആ സ്നേഹാദരവിനോളം വലിപ്പം വേറൊന്നും കാണുകയില്ല എന്നൊരു പശ്ചാത്തലത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഇങ്ങനൊരു തീരുമാനമെടുക്കുകയും അത് ഏത് മേഖലയിലായാലും ഉന്നത വിജയം കരസ്ഥമാക്കിയ, അതായത് സംസ്ഥാന തലത്തിലെങ്കിലും വിജയം നേടിയ കുട്ടികളെ പഞ്ചായത്ത് തലത്തിൽ ആദരിക്കുക എന്നുള്ളത് ഓരോ ജനപ്രതിനിധിയുടെയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെയും കടമയായി കണ്ടുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പഞ്ചായത്തിലെ ബഹുമുഖ പ്രതിഭകളെ അനുമോദിക്കാനുള്ള പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പ്രതിഭകളെ അനുമോദിച്ചു. നരിയമ്പാറ മന്ന മെമ്മോറിയൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും യോഗത്തിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി അധ്യക്ഷയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മധുക്കുട്ടൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രമ മനോഹരൻ, റോയി എവറസ്റ്റ്, പ്രിയ ജോമോൻ, ഷാജി വേലമ്പറമ്പിൽ, സെക്രട്ടറി അജി കെ തോമസ് എന്നിവർ സംസാരിച്ചു.
വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 60ാമത് വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി മാലതി യോഗം ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 60ാമത് വാർഷികവും 28 വർഷത്തെ സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക പി ബിന്ദുവിന്റെ യാത്രയയപ്പ് സമ്മേളനവുമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. PTA പ്രസിഡന്റ് PM നൌഷാദ് അധ്യക്ഷത വഹിച്ച യോഗം അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി മാലതി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്കൂൾ ഇപ്പൊ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ കുട്ടികൾ പഠിക്കുന്ന നേരത്തെ പ്രൈവറ്റ് സ്കൂളുകളിൽ ചെന്നാലേ വിജയം കൈവരിക്കാൻ പറ്റത്തുള്ളൂ. പല ഉദ്യോഗസ്ഥന്മാരും വരാൻ ഉള്ള ഒരു സർക്കാർ ജോലികളിലും അതുപോലെ തന്നെ ഡോക്ടറായാലും ബാക്കി കാര്യങ്ങളിൽ ഏത് മേലിൽ പോകണമെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളിൽ ചെന്ന് പഠിച്ചാൽ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ എന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഇപ്പം നമ്മുടെ കുട്ടികള് എല്ലാ സ്ഥാനങ്ങളിലും മേളിൽ വന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സെൽവത്തായി, സ്കൂൾ ഹെഡ്മാസ്റ്റർ K മുരുകേശൻ, പ്രിൻസിപ്പൽ ജർമലിൻ, UP സ്കൂൾ ഹെഡ്മാസ്റ്റർ ST രാജ്, പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ രാധിക സജി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. വാർഷികാഘോഷ പരിപാടികൾക്ക് സ്കൂൾ അധ്യാപകരും PTA അംഗങ്ങളും നേതൃത്വം നൽകി. വട്ടപ്പാറ അമ്മ എന്ന മ്യൂസിക്കൽ വീഡിയോ ആൽബത്തിന്റെ പ്രകാശനം നടന്നു. സേനാപതി വട്ടപ്പാറ ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ചാണ് ആൽബത്തിന്റെ പ്രകാശനം നടന്നത്. സൂര്യ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ ആൽബത്തിന്റെ പ്രകാശനം മാധ്യമപ്രവർത്തകൻ സന്ദീപ് രാജക്കാട് നിർവഹിച്ചു. വട്ടപ്പാറ വാഴുന്നൊരമ്മേ പാദങ്ങൾ കൈതൊഴുന്നേ, ദിക്കുകളിലിട്ടും ചേർന്നു വിളങ്ങും കാളിയമ്മേ. വട്ടപ്പാറ വാഴുന്നൊരമ്മേ പാദങ്ങൾ കൈതൊഴുന്നേ, ദിക്കുകളിലിട്ടും ചേർന്നു വിളങ്ങും കാളിയമ്മേ. സേനാപതി വട്ടപ്പാറ ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ചാണ് ആൽബത്തിന്റെ പ്രകാശനം നടന്നത്. വട്ടപ്പാറയിൽ കുടികൊള്ളുന്ന ശ്രീ മഹാദേവിയെ പാടി പ്രകീർത്തിക്കുന്ന മ്യൂസിക്കൽ വീഡിയോ ആൽബമാണ് സൂര്യ പ്രൊഡക്ഷന്റെ ബാനറിൽ പ്രകാശനകർമ്മം നിർവഹിച്ചത്. ക്ഷേത്ര അങ്കണത്തിൽ നടന്ന പ്രകാശനം മാധ്യമപ്രവർത്തകൻ സന്ദീപ് രാജക്കാട് നിർവഹിച്ചു. വട്ടപ്പാറ വാഴുന്നൊരമ്മേ പാദങ്ങൾ കൈതൊഴുന്നേ, ദിക്കുകളിലിട്ടും ചേർന്നു വിളങ്ങും കാളിയമ്മേ. വട്ടപ്പാറ വാഴുന്നൊരമ്മേ പാദങ്ങൾ കൈതൊഴുന്നേ, ദിക്കുകളിലിട്ടും ചേർന്നു വിളങ്ങും കാളിയമ്മേ. സതീഷ് കരിമല എഴുതി സംഗീത സംവിധാനം നിർവഹിച്ച ആൽബം സതീഷ് ശാന്തിയാണ് നിർമ്മിച്ചത്. അഭിജിത്ത് സന്തോഷ് ക്യാമറയും സിനീഷ് മോഹൻ എഡിറ്റിംഗും നിർവഹിച്ചു. സതീഷ് കരിമല, സുജിത പ്രവീൺ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ആൽബത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ക്ഷേത്രം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വട്ടപ്പാറ നിവാസികളുടെയും ക്ഷേത്രം ഭാരവാഹികളുടെയും സഹായത്തോടെ നിർമ്മിച്ച ആൽബം ഭക്തജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. സർവീശ്വര പൂജയ്ക്കെത്തുന്നു നാനായിരത്തുന്നു നാരിമാരും, ആനന്ദത്തിനാറാടി ദേവിയും നൽവരങ്ങൾ തരുന്നു. വട്ടപ്പാറ വാഴുന്നൊരമ്മേ പാദങ്ങൾ കൈതൊഴുന്നേ, ദിക്കുകളിലിട്ടും ചേർന്നു വിളങ്ങും കാളിയമ്മേ. വട്ടപ്പാറ വാഴുന്നൊരമ്മേ പാദങ്ങൾ കൈതൊഴുന്നേ, ദിക്കുകളിലിട്ടും ചേർന്നു വിളങ്ങും കാളിയമ്മേ. ശുചിമുറി മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന തൊഴിലാളികൾക്കായി കട്ടപ്പന നഗരസഭയിൽ വിവരശേഖരണ ക്യാമ്പ് നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം പദ്ധതിയുടെ ഭാഗമായാണ് സെപ്റ്റ് ടാങ്ക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന തൊഴിലാളികൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഈ മേഖലയിലെ തൊഴിലാളികളുടെ
തൊഴിൽ സുരക്ഷിതത്വം, പുനരധിവാസം, ഉപജീവന സാധ്യത, ക്ഷേമ പ്രവർത്തനങ്ങൾ, സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. സെപ്റ്റി ടാങ്ക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി കട്ടപ്പന നഗരസഭാ ഹാളിൽ സംഘടിപ്പിച്ച തൊഴിലാളികളുടെ വിവരശേഖരണ ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. അത് നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയും ഓരോരുത്തരെയും ഇൻഷുറൻസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നടത്തി തരികയാണ് നമ്മുടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ നിന്നും ചെയ്യുന്നത്. അപ്പം അതിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും കടന്നു വന്ന് നിങ്ങളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം ഞങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കും അറിയാം. ആ ഒരു കഷ്ടപ്പാടിനെ നിങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് നമ്മുടെ കട്ടപ്പന മുനിസിപ്പാലിറ്റി ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. ക്ലീൻ സിറ്റി മാനേജർ ജിൻ സിറിയക് വിഷയാവതരണം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ ബേബി അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബിന്നി, കൗൺസിലർ പ്രശാന്ത് രാജു, നഗരസഭാ സെക്രട്ടറി ആർ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാട്ടാന ഭീതിയിലാണ് ചിന്നക്കനാൽ ബി.എൽ. റാം നിവാസികളുടെ ജീവിതം. 4 മാസക്കാലമായി മേഖലയിൽ കാട്ടാനക്കൂട്ടം സ്ഥിരം സാന്നിധ്യമാണ്. ആഴ്ചകൾക്ക് മുൻപ് ഇവിടെ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. സമീപ മേഖലകളായ സിംഗുകണ്ടത്തെയും പന്നിയാറിലെയും ജനജീവിതവും ആനഭീതിയുടെ നിഴലിലാണ്. കഴിഞ്ഞ 4 മാസക്കാലമായി ബി.എൽ. റാമിലെ സ്ഥിര സാന്നിധ്യമാണ് കാട്ടാനക്കൂട്ടങ്ങൾ. ഏക്കർ കണക്കിന് കൃഷിഭൂമിയാണ് ഇവ നശിപ്പിച്ചത്. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. കാർഷിക മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന പ്രദേശവാസികൾ ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കൃഷിയിടങ്ങളിൽ ഇറങ്ങി കാർഷിക ജോലികൾ ചെയ്യുവാനോ വിളവെടുക്കുവാനോ സാധിക്കുന്നില്ല. അത് 3 ദിവസമായിട്ട് കുഞ്ഞും തല്ലയും ഇവിടെ ബി.എൽ. റാമിൽ ടെൻ്റ് അടിച്ചിരിക്കുക. ചക്കക്കൊമ്പനാണെങ്കിൽ ഇന്നലെയും കൂടെ സിറ്റി കൂടെ നടപ്പുണ്ടായിരുന്നു. പിള്ളേർക്ക് ഒരു സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പഠിത്തത്തിന് പോകാൻ പറ്റുന്നില്ല, ഭയങ്കര ശല്യം. പണിയുന്നത് തന്നെ ഭയങ്കര പേടിയായിട്ടാണ് പണിയുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പിള്ളേരൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയത്തില്ല. അതിന് ഒരു പരിഹാരം ഉണ്ടാക്കി ആനയെ ഒന്നെങ്കിൽ എങ്ങനെയെങ്കിലും മാറ്റാനുള്ള സൗകര്യം ഉണ്ടാക്കണം. കൃഷിനാശമുണ്ടോ? കൃഷിനാശം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയായിട്ട് വന്ന് കിടക്കുകയും വെള്ളം കുടിക്കുകയും അതിനകത്ത് കിടന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും കിടന്നിട്ട് വെള്ളം കുടിച്ചിട്ട് വന്ന് കിടക്കുക. 3 ദിവസമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അത് തന്നെ പോയത്. അരിക്കൊമ്പനെ പിടികൂടിയതോടെ ഭയന്ന കാട്ടാനക്കൂട്ടങ്ങൾ ബി.എൽ. റാമിലെ കൃഷിയിടത്തിൽ നിന്നും ചിന്നക്കനാടിലെ പുൽമേടുകളിലേക്ക് തിരികെ പോകുവാൻ മടിക്കുന്നതായും പ്രദേശവാസികൾ പറയുന്നു. കാട്ടാന രൂക്ഷമായ ശല്യമാണ്. കഴിഞ്ഞ ഒരു 4 മാസം അടുക്കാറായി ഈ പ്രദേശത്തേക്ക് ഒരു 10-17ഓളം ആനകൾ വന്നിട്ട് 2-3 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഒരു 7, ഒരു ഗ്രൂപ്പ് 9, ഒരു 3, 2 ഒറ്റയാൻ. ഇവർ സ്ഥിരമായിട്ടിപ്പോൾ ഈ മേഖലയിൽ നിന്ന് പോകുന്നില്ല. കാരണം ഞങ്ങൾക്കൊരു സംശയമുള്ളത് ഈ സിംഗണ്ടത്ത് വെച്ചാണ് മറ്റേ ഹരിക്കൊമ്പനെ പിടിച്ചത്. അത് പിടിക്കുന്നത് അവർ കുറേ ആനകൾ കണ്ടതാണ്. അപ്പോൾ ഈ ഫോറസ്റ്റുകാർ ഇവർ വന്ന് ഇവിടുന്ന് ഓടിക്കുമ്പോൾ അത് അപ്പുറേ ചെന്നിട്ട് അതിലൂടെ വട്ടം കറങ്ങി തിരിച്ച് ഇവിടെ തന്നെയാണ് വരുന്നത്. സിംഗണ്ടം മേഖലയിലേക്ക് ആനകൾ ഇപ്പോൾ കൂടുതൽ പോകുന്നില്ല. ഇങ്ങനൊരു അവസ്ഥ. അപ്പോൾ ഇവിടെ സ്ഥിരം ശല്യമാണ് ആനയുടെ. കൃഷി തോട്ടങ്ങളെല്ലാം നശിപ്പിച്ചു. മിക്ക തോട്ടങ്ങളും ഇപ്പോൾ ആനയ്ക്ക് തീറ്റയില്ലാത്തത് കൊണ്ട് ആനകൾ ഈ ഏലമാണ് ചവിട്ടി ഒടിച്ച് കരച്ച് ഒഴിച്ചൊക്കെ തിന്നുന്നത്. കൃഷിക്കാരൻ വളരെ പ്രതിസന്ധിയിലാണ് ഇവിടെ. ഏത് നിമിഷവും കാട്ടാനക്കലിയിൽ ജീവൻ പൊലിയുന്ന സാഹചര്യമുണ്ടായിട്ടും പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമൊരുക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950.
ശാന്തൻപാറ കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലക്കാലേല വിവരം. ആകലോട്ട് 98, വിൽപ്പനയ്ക്ക് വന്നത് 16,593, വിൽപ്പന നടന്നത് 16,593. കൂടിയ വില 1,860, ശരാശരി വില 1,495. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 530 രൂപ, ഏലം കൂടിയ വില 1,500, ഏലം ശരാശരി വില 1,300. കാപ്പിപ്പരിപ്പ് 260, ഗ്രാമ്പു 950, കൊക്കോ 110, റബ്ബർ 143. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,700 രൂപ, വെള്ളി 74. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ BJP സ്ഥാനാർത്ഥികളെ വളരെ വേഗത്തിൽ പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണെങ്കിൽ BJP മത്സരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കെ സുരേന്ദ്രൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നടപടിക്കെതിരെ ജില്ലയുടെ വിവിധ മേഖലകളിൽ UDF നേതൃത്വത്തിൽ ധർണ നടത്തി. സമരം സംഘടിപ്പിച്ചത് UDF സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം. കാഞ്ചിയാർ കോവിൽമലയിൽ കാട്ടാന ഇറങ്ങി ആദിവാസി കർഷകരുടെ കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചു. കാട്ടാനകൾ നാശം വിതച്ചത് ജനവാസ മേഖലയിൽ. കാട്ടാന ഭീതിയിൽ ചിന്നക്കനാൽ BL റാം നിവാസികളുടെ ജീവിതം. ദേശീയ നഗര ഉപജീവന മിഷൻ നഗരദരിദ്രർക്കുള്ള പാർപ്പിട പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന നഗരസഭയിൽ തണൽ എന്ന പേരിൽ നിർമ്മിക്കുന്ന അഭയകേന്ദ്രത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഫെബ്രുവരി 16 നടക്കും. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കും. പദ്ധതി നടപ്പാക്കുന്നത് 3.55 കോടി രൂപ മുടക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.